ആണല്ലോ, ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയട്ടെ, എന്നെ പറ്റി പറയട്ടെ, എനിക്കതൊന്നും വിഷയമല്ല ചേച്ചി. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം വായിക്കും. യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല, യൂട്യൂബർമാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത് അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അങ്ങനെ തന്നെ പറയും, പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരിപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്, എനിക്കത് മതി. അതെ 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 നിങ്ങളുമായിട്ടുള്ള ചാറ്റുകളൊക്കെ കൂടുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള എന്താ പറയുക കോണ്ടാക്റ്റുകളൊക്കെ കൂടുന്നുണ്ട്. സത്യമാണ് സത്യമാണ്. ഇതിനിടയിൽ യൂട്യൂബർമാർ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കത് പ്രൊമോഷൻ അല്ലേ? ആ ഒരു രീതിയിലാണ് രേണു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ നല്ല രീതിയിൽ തന്നെ രേണുവിന് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊമോഷൻ കിട്ടി ഇപ്പൊ രേഷ്മ പി തങ്കച്ചൻ ഉയരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്, സുഹൃത്തുക്കളെ കടന്നിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഈ രേഷ്മ പി തങ്കച്ചൻ ആദ്യമായിട്ട് എന്താ പറയുക ഈ ഫ്ലോറിലേക്ക്, അതായത് 24ന്റെ ഫ്ലവേഴ്സ് ചാനലിന്റെ ആ ഒരു എന്താ പറയുക ഒരു ഫ്ലോറിൽ ചെന്നിട്ട് ചേച്ചി പറഞ്ഞ ആ ഒരു തള്ളലും ചേച്ചിയുടെ ആ ഒരു രൂപവും ഒക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, ഇത് കണ്ടു നോക്കാം. ചെയ്തിരുന്നേ ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയാം, അല്ലെങ്കിൽ ഇവര് കളിയാക്കും. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം അല്ല സോറി മാറി സുതിക്കുട്ടം പറയണ പോലെ അല്ലേ? ബാംഗ്ലൂരിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. കാരണം ഞാൻ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഏവിയേഷനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, എയർ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അന്നേരത്തെ ഈ രേണുവിന്റെ ഫേസ് കട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പിന്നെ ഗ്ലൂട്ടാത്തോൺ തുടങ്ങി, പല്ലിന് തുടങ്ങി, ശരീരത്തിന് തുടങ്ങി, എല്ലാം ഈ പറയുന്ന എന്താ പറയുക ചികിത്സകൾ ചെയ്തിട്ട് ഒരുവിധം ഇപ്പം എന്താണ് ഒരു ഗ്ലാമർ വേഷം, അതായത് കേരളത്തിന്റെ തമന്നയായി മാറിയിരിക്കുകയാണ്. ഈ തമന്ന ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് തുടങ്ങണം. ഈ സാധനം തുടങ്ങിയതോടുകൂടി തന്നെ പുള്ളിക്കാരി പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി. ആദ്യം 49 രൂപയ്ക്ക് വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. അല്ല, ആദ്യം 399 299 രൂപയ്ക്ക് വെച്ച് നോക്കി, ആരും കയറുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി എന്ത് ചെയ്തു? ഒന്ന് കുറച്ചു, 299 ആക്കി, ആളെ കിട്ടുന്നില്ല. പിന്നെ പുള്ളിക്കാരി 49 രൂപ വെച്ചപ്പോഴത്തേന് ആൾക്കാർ ഇടിച്ച് കയറാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരി വിചാരിച്ചു 49 രൂപ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പുള്ളിക്കാരി 189 രൂപ അങ്ങോട്ട് വെച്ചു. ജനങ്ങളുടെ തള്ളിക്കയറ്റമായിരുന്നു. കാരണം ഈ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മാലയും വടയും ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്, ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഇതുമായിട്ട് അന്ധമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ വിചാരിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് വല്ലതും കാണിച്ചാലോ എന്ന് വിചാരിച്ചല്ലോ. അതായത് ബിരിയാണി അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ കയറി. 10,000-2000 ആൾക്കാർ കയറി. ആ വകയിൽ കുറച്ച് പുള്ളിക്കാരിക്ക് പൈസയൊക്കെ കിട്ടി. അങ്ങനെ ഈ പുള്ളിക്കാരി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സിന്റെ എന്താ പറയുക മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇവിടെയുള്ള വരകൾ നല്ല രീതിയിൽ ജനങ്ങൾ കാണട്ടെ, പുള്ളിക്കാരിയെ സ്നേഹിക്കുന്നവർ കാണട്ടെ, കാല് മറ്റുള്ളവർ കാണട്ടെ എന്ന രീതിയിലൊക്കെ ചേച്ചി കാണിക്കാനായിട്ട് തുടങ്ങി. എന്തായാലും അങ്ങനെ വെട്ടുകൾ കാണിച്ച ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. സബ്സ്ക്രിപ്ഷന് ഉള്ളവർക്കൊക്കെ നഷ്ടമാകില്ല കേട്ടോ, അത് പുള്ളിക്കാരി പലപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, കണ്ടു. ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. കാരണം ഇങ്ങനെ കുനിഞ്ഞു കാണിച്ചാൽ മാത്രമേ ഇഷ്ടമാകത്തുള്ളൂ. ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ കുനിഞ്ഞു കാണിക്കുന്നത്. ഇവിടേക്ക് എന്തു പറയാനാണ്? എന്തായാലും ഇവിടെ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട്, ഞാൻ അത് പറയുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, പുള്ളിക്കാരി ഒരു കമ്മല് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നടന്ന ഓർമ്മയുണ്ടോ? അതെ അതെ അതെ. അപ്പം ആ വിവാദം നടന്നപ്പം ഒരു ബ്ലോഗർ വന്നിട്ട് പറഞ്ഞില്ലേ, രേണു സുധി ആ ഡയറക്ടറിന്റെ, അവരുടെ പേര് ഞാൻ പറയാൻ താല്പര്യം, ഡയറക്ടറുടെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് പോയി. ഞാനൊന്നും അടിച്ചോണ്ട് പോയിട്ടില്ല, ഇത് ബാഗിലായി പോയതാണ്. എന്തു പറയാനാ, അത് കയ്യിലായി പോയാന്നേ, അല്ലാതെ അടിച്ചോണ്ട് വന്നതൊന്നും അല്ല. ചുമ്മാ ഓരോരുത്തർ വന്നിട്ട് ഓരോന്നങ്ങ് പറയും. രേഷ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല. അതിന് വെറും 40 രൂപയേ ഉള്ളൂ.
ഓ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നേ. അത് കയ്യിലായി പോയതാ. ഇനി അങ്ങോട്ട് പുള്ളിക്കാരി പറയുന്ന കാര്യം കേട്ടു നോക്കണം കേട്ടോ. ഇത് തന്നാണ്, ഇടാൻ വേണ്ടിട്ട് തന്ന കമ്മലാണ്. ഇത് വേണ്ട കൂടി വന്ന 40 രൂപ കാണും അല്ലേ? വെറും 40 രൂപ ഫാൻസി ഷോപ്പിൽ. ഇതാണ് കമ്മൽ, വിവാദപരമായിട്ടുള്ള കമ്മൽ. ശ്രുതി അടിച്ചുകൊണ്ട് വന്നെന്ന് പറയപ്പെടുന്ന കമ്മൽ. ഞാൻ ഒരു സോഡ കുപ്പിയുടെ അടപ്പ് പോലും ഇന്ന് വരെ ഒരു മനുഷ്യന്റെ നമ്മൾ കട്ടെടുത്തത് നമുക്ക് അങ്ങനെ അറിയത്തില്ല. അതെ, എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ഒരു സോഡ കുപ്പി പോലും എടുത്തിട്ടില്ല, അറിയാവോ? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞങ്ങള് കുറെ പേരുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാത്ത ഇതൊക്കെ ഉണ്ട്. പലരും ഞങ്ങൾക്ക് ഫോൺ വിളിച്ച സമയത്ത് ഞങ്ങൾ ആ പലരെയും തെറി വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സോഡ കുപ്പി അടപ്പ് ഞങ്ങൾ എടുക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരാണ് രേഷ്മ പി തങ്കച്ചൻ കേട്ടോ. ഓക്കെ, ഇനിയും പറയുന്നത് കേൾക്കണം കേട്ടോ നിങ്ങൾ. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കോടീശ്വരി. അവളുടെ വീട്ടിൽ അവര് രാഷ്ട്രീയക്കാരൊക്കെയാണ്, അവരുടെ പപ്പയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോടീശ്വരി. എന്റെ പൊന്നെ, ഇത്രയും കോടീശ്വരി ആയിട്ടുള്ള ഫ്രണ്ടൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. കോടീശ്വരിയോട് പറഞ്ഞാൽ പോരെ എനിക്ക് കുറച്ച് പൈസ തരുമെന്ന്? അല്ലെങ്കിൽ കോടീശ്വരിയുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ? കോടീശ്വരി പൈസ തരത്തില്ലേ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോടീശ്വരി. എന്റെ പൊന്നെ ലേഡീസ്, സരോജ് കുമാർ പറഞ്ഞു. അവരുടെ പപ്പയാണേലും നല്ല കുടുംബമാണ്. അപ്പൊ അവരെന്നോട് പറയുന്നത് രേണുവിനെയാണ് ഞങ്ങൾ വിശ്വാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ കയറ്റി. കാരണം ഇപ്പൊ അവിടെ ഒരു മോതിരോ എന്തെങ്കിലും അവിടെ കിടന്നാൽ തന്നെ ഇതേ മമ്മി എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു തുണിക്കാശം 1 രൂപ കിടന്നാൽ അവളുടെ അടുത്ത് തരും മമ്മീന്ന് തന്നെ. ഞാൻ ആരുടെയും അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല. എനിക്ക് താല്പര്യം, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് രേണുവിനോട് അവര് പറയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാൾ അല്ല. നഹി എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പൊന്നെ, എന്നാ തള്ളാണ്. തള്ളലിനൊരു കുറവുമില്ല. തള്ളി എങ്ങോട്ടാ പോകുന്നത്? എന്തായാലും കോടീശ്വരിയുടെ വീട്ടില് പുള്ളിക്കാരി പോയിട്ട് ഒരു പേപ്പർ കഷ്ണമായാലും എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അമ്മ ഇന്ന് തറയിൽ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അമ്മ ഇന്ന് അത്രയ്ക്ക് എന്താ പറയുക, ഒരു സോഡ കുപ്പി പോലും എടുക്കാത്ത ആളാണ് ഈ രേണു. അറിയാമോ നിങ്ങൾക്ക്? അന്നേരമാണ് കുറച്ചു പേര് വന്നിട്ട് കമ്മല് മോഷ്ടിച്ചു എന്ന് പറയുന്നത്. അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ കോടീശ്വരിയുടെ വീട്ടിൽ ഒത്തിരി കോടീശ്വരന്മാരുണ്ട്, അവർക്ക് അറിവുള്ളവർ ഒത്തിരിയും പേര്. ഇങ്ങനെ കാശുകൊണ്ട് അപാനമാടുന്ന കോടീശ്വരന്മാരും കോടീശ്വരികളും ഉള്ളപ്പോൾ നിങ്ങളുടെ ഈ 40 രൂപയുടെ കമ്മൽ എന്തിനെടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ രേഷ്മ പി തങ്കച്ചൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇനി കുറ്റപ്പെടുത്തിയോണ്ടല്ലോ. ഓക്കെ, ഇനിയും ഈ പുള്ളിക്കാരിയുടെ ഒരു സംസ്കാരം നിങ്ങൾ കാണണം. അതായത് ഒരാൾ കമന്റ് ഇട്ടപ്പോൾ ആ കമന്റിന് മറുപടി എന്ന രീതിയിലാണ് ഇവിടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത്. ചേച്ചി ഇപ്പൊ തെറിവിളി പബ്ലിക്കിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, എന്ത് പറയാനാണ്? ഈ പറയുന്ന ഷഫീന തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞു, ഷഫീന മേഡം തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ കംപ്ലൈന്റ് ആയിരുന്നു. അവരെ തെറിത്താത്ത എന്നൊക്കെയായിരുന്നു ഇവർ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവര് വിളിക്കുന്നതിന് ഇവരെ എന്ത് വിളിക്കണം? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, കേട്ടു. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ, വേണേ ബ്ലോക്കാക്കി പോടാ. കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ ഇതൊക്കെ എന്ത്? ഇതിലും വലുതൊക്കെ ഇനി ചേച്ചി പറയാനിരിക്കുന്നു. ഇതിൽ കൂടുതൽ പറയും, ഇതിൽ കൂടുതൽ. കേട്ടോ, യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല യൂട്യൂബർമാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത്. അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അതെ, യൂട്യൂബിൽ കാണിക്കുന്ന പോലൊന്നും അല്ല. അതിനപ്പുറമാണ് ഇത്. അവര് ചെയ്യുന്നത് പച്ച അപരാധമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ വീഡിയോ കാണാനായിട്ട് കാശ് മുടക്കി വരുന്നവർക്ക് ഞാൻ എൻ്റെ മാലയൊക്കെ നല്ല രീതിയിൽ തുറന്നു കാണിക്കുക, വെട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു കൊടുക്കും. പിന്നെ വട, എൻ്റെ എന്താ പറയുക, നിക്കർ മാറ്റി ഇപ്പൊ ജട്ടിയിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ കാണിക്കും. അതൊന്നും പച്ച അപരാധമല്ല. അത് മാത്രവുമല്ല, എന്താ പറയുക, എൻ്റെ കൂടെ എന്നെ ഒന്ന് കാണണമെങ്കിൽ, എന്നെ പരിചയപ്പെടണമെങ്കിൽ എന്താണ് റേറ്റ് വരെ മാനേജറുമായിട്ട് സംസാരിച്ചാൽ മതി. ആ ലെവലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെന്റെ പ്രൊമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഇപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കത് മതി. അതെ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്.
ആ ഒരു സംസാരമാണ് നിങ്ങൾ ഇനിയും കാണാനായിട്ട് പോകുന്നത്. എന്ത് സംസാരമാണ്? സംസാരം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇതാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കൂ സംസാരം. അതായത് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? ഓക്കെ, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. UK കാരനാണ് കേട്ടോ. UK കാരൻ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആക്കാം, ആക്കാം. എനിക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതിന് ഒരു വിഷയവുമില്ല കേട്ടോ. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്ക് പൈസ തരണം. പൈസ തന്നാൽ മാത്രമേ ഞാൻ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള മീറ്റിനൊക്കെ തയ്യാറാവത്തുള്ളൂ എന്ന് ഇവിടെ രേഷ്മ പറയുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് മീറ്റിന് പൈസ ചോദിക്കുന്ന രേഷ്മ, എടോ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് എത്രയാണെന്ന് പറഞ്ഞതാ. അതൊന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. മാനേജറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ പറയും, ആര്? മാനേജർ പറയും ഇത്ര രൂപയാണ്, അതോടൊപ്പം തന്നെ ഇത്ര രൂപയാണ് ഞാൻ ഇന്ന കാര്യത്തിന് മേടിക്കുന്നത്, ഇത്ര രൂപയാണ് ഞാൻ ഇന്ന കാര്യത്തിന് മേടിക്കുന്നത് എന്ന് മാനേജർ പറയും. ആരെ? കരിഷ്മയാണ് ഇതെല്ലാം നോക്കുന്നത്. അതിൻ്റെ കൂടെ എന്താ പറയുക, കാലിൻ്റെ ആ ഒരു അതൊക്കെ ആ പുള്ളിക്കാരൻ ഇങ്ങനെ സ്മൈലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് പുളകിതയായി പോയിട്ട് പലരും ചാറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ ഈ പറയുന്ന രേഷ്മ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങൾ കേട്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ചേച്ചിയെ കാത്തിരിക്കുന്നത്. UK നിന്ന് വരുന്നു, ദുബായിൽ നിന്ന് വരുന്നു. ദുബായി പോയി കഴിഞ്ഞാൽ അവിടെ കസ്റ്റമറിന്റെ ബഹളം. അത് കഴിഞ്ഞ് UK നിന്ന് നാട്ടിൽ വരുമ്പോൾ കാണാനായിട്ട് ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ തുടങ്ങി മുമ്പിലത്തെ രേഷ്മ പി തങ്കച്ചിൽ നിന്നും ഇപ്പോഴത്തെ രേണു സുധിയിലേക്കുള്ള പോക്കും, സുധിയുടെ മരണത്തിന് ശേഷം ഈ രേണുവിന്റെ ഉയർച്ചയുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നതല്ലേ? കാണുന്നില്ല എങ്കിൽ നിങ്ങൾ കണ്ണു തുറന്ന് വീണ്ടും വീണ്ടും കാണുക. ഇനി നിങ്ങൾ ഇതുകൂടൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം. അടുത്ത ഒരു 2 വീഡിയോ ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് വ്ളോഗേഴ്സ്. ഇവന്മാരെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്ത് വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയേണ്ടത്? എൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നത്. അതെ അതെ അതെ, നമ്മളൊക്കെ ചെറ്റകളാണ്. ഇവരുടെ വീഡിയോയുടെ എന്താ പറയുക, സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് വീഡിയോ എടുത്തിട്ട് പുറത്തു വിടുന്നവർ അവർ ചെറ്റകളാണ്. പക്ഷെ ഇത് കാണിക്കുന്ന രേണു ചെറ്റയല്ല. രേണു എന്ത് പറയാനാണ്? അതായത് വിധവകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാതൃക വിധവയായിട്ടുള്ള ഈ രേണു നല്ലവളാണ്. രേണു തെറ്റൊന്നും ചെയ്യുന്നില്ല. രേണു കാണിക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷെ മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് ഇവിടെ ഈ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അടുത്ത ഒരു സംഭവങ്ങളുടെ നിങ്ങൾ കാണും മക്കളെ, കാണുക. രേണുവിന്റെ മനസ്സെങ്ങനെയാ പോകും? എൻ്റെ മനസ്സ് വായിച്ചറിയാവുന്നവർ വായിച്ചറിയാം, അല്ലാത്തവർ അവിടെ ഇരിക്കും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അതെ, എൻ്റെ മനസ്സ് വായിച്ചറിയാവുന്നവരൊക്കെ വായിച്ചറിയും, അല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സ് ഇങ്ങനെ വായിച്ചറിയണം, വായിച്ചറിഞ്ഞിട്ട് ചാറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഇവിടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത്. എന്തായാലും രേഷ്മ പി തങ്കച്ചന്റെ ആഗ്രഹവും എന്താ പറയുക, മനസ്സ് വായിച്ചറിയാനും ശേഷിയുള്ളവരൊക്കെ വായിച്ചറിഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ട ചാറ്റുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിലധികം ചാറ്റുകൾ പുറത്തു വരാനായിട്ട് ഇരിക്കുന്നു. അപ്പോഴത്തേനും ഫേസ്ബുക്കിന്റെ പേരൊക്കെ മാറ്റി പുള്ളിക്കാരി വേറെ അനുശ്രീ എന്നൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് എത്രത്തോളം പോകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഞാനൊരു സെലിബ്രിറ്റി അല്ലയോ എന്ന് സ്വയം പൊങ്ങി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ. സോഷ്യൽ മീഡിയ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ, ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയട്ടെ, എന്നെ പറ്റി പറയട്ടെ. അതെ അതെ അതെ, നിങ്ങൾ സെലിബ്രിറ്റി തന്നെയാണ്. നിങ്ങൾ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഒരു സെലിബ്രിറ്റി ആരാണെന്ന് ഒന്ന് നോക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ സെലിബ്രിറ്റിയാ. പറഞ്ഞു എന്നെ പറ്റി പറയട്ടെ, എനിക്കതൊന്നും വിഷയമല്ല ചേച്ചി. പക്ഷെ വീട്ടിലുള്ള അപ്പനെയും അമ്മയും സഹോദരിയും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാനേജറെയും അവരുടെ ഫാമിലിയെ, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, ഇപ്പം അവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതെ അതെ അതെ, അവരെയൊക്കെ ചുമ്മാ പറയുന്നതല്ലല്ലോ. ആൾക്കാരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നീ കാരണമാണ് അവർ കേൾക്കുന്നത്. അല്ലാതെ ആരും വന്നിട്ട് നിങ്ങളുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ മാനേജറിനെയോ ഒന്നും പറയുന്നില്ല. അതിനെല്ലാം കാരണക്കാരി നീ തന്നെയാണ്. നീ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ പറയുന്ന കുലിശിത ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ദുബായ് ചാറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ടെന്ന് പറയുന്നു, വീഡിയോ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേന്
രേഷ്മ പി തങ്കച്ചൻ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല. ഈ പറയുന്ന കമന്റിനൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇനി വന്നേ ഞാൻ ശരി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാകൂട്ടി തെറി വിളിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാറ്റുകൾക്കൊന്നും നിങ്ങളുടെ ഒരു പ്രതികരണം വരാത്തത്? അതിനെക്കാട്ടിലും വലിയ വലിയ അലിഗേഷൻ വന്നിട്ടും പ്രതികരണം വരാത്തത് അത് മനസ്സിലാവുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും